ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഒരുമിച്ചിടത്തോളൂ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ
ശരണം. സർവേശ്വര മംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. ജാനകി ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ശ്രീഹരയേ നമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംഭൂവലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ജാനകീ ജീവനസ്മരണം. നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് വിഭീഷണൻ. അതിനൊന്നും ചെയ്യേണ്ട, അത് പൊക്കോട്ടെ, മേത്തേക്കൊന്നും വരില്ല. വേണ്ട, അതവിടെ ഇരിക്കുകയല്ലേ. വരികയാണെങ്കിൽ അപ്പം നോക്കാം. അപ്പം വരില്ല. ഭഗവാനേ നാരായണ. അപ്പോൾ നമ്മൾ നാരായണ നാരായണ ഹരേ രാമ. കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് വിഭീഷണൻ ശ്രീരാമൻ്റെ സന്നിധിയിൽ വന്നിട്ട് വിഭീഷണൻ അഭയം ചോദിക്കണു. അപ്പോൾ ഭഗവാൻ അഭയം കൊടുക്കണു. അതിനതാ മനോഹരമായിട്ടൊരു കഥ പറഞ്ഞു തന്നു. അഭയം ചോദിച്ചു വരുന്ന ആരെയും നമ്മൾ അഭയം കൊടുക്കാതിരിക്കരുത് അത് എന്നുള്ള ഒരു കഥ പറഞ്ഞു തരണു നമുക്ക്. അതുകൊണ്ട് ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇനി വിഭീഷണ സ്തുതിയാണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. അപ്പോൾ വിഭീഷണ സ്തുതി കേൾക്കാൻ വന്നതായിരിക്കും പൂർവ്വജന്മകൃതമായിട്ടുള്ള സുഹൃതം കൊണ്ട്. അതിനെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പാട്ടിന് പൊക്കോളും. ആരെയും ഉപദ്രവിക്കില്ല. ഒന്നും നമ്മളെ ഉപദ്രവിക്കണതല്ല, അവരുടെ ഭയം കൊണ്ട്
അവരെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഏതൊരു വസ്തുവായി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മളപ്പോൾ നമ്മളും ഭയം കൊണ്ട് അവരെ നമ്മളെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യണം. അങ്ങനെ പരസ്പരം ഒരു ഭയമാണ് ഉള്ളത്. അപ്പോൾ ആ ഭയസ്ഥാനത്തിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഭയമൊന്നും വേണ്ട. നമുക്ക് പാരായണം ചെയ്യാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശവിനാശന ശ്രീരാമപാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോത്ഭവായ നമോ നമഃ ചണ്ഡകോദണ്ഡധരായ നമോ നമഃ. പണ്ഡിതാഹൃത്പുണ്ഡരീക ചണ്ഡാംശവേ ഖണ്ഡാപരശുപ്രിയായ നമോ നമഃ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോത്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യാമനാദിഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രിയപ്രദായ മുകുന്ദായ തേ നമഃ. വിശേശ്വനം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണൻ. സന്തതം ജംഗമാ ഭൂതങ്ങളന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ. നിന്മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലാമം പരബ്രഹ്മജ്ഞാനിനം. തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാത് സത്യമായി തോന്നും അതീനില്ല സംശയം. എത്ര നാളേക്കറിയാതിരിക്കുന്നീ തദ്വയമം പരബ്രഹ്മം സനാതനം. പുത്രധാരാദി വിഷയങ്ങളിലതീശക്തി കലർന്നു രമിക്കുന്നിതന്വഹം. ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മനീ ഗണേണമാത്മനാം. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയോ ഓർത്താലൊടുക്കാമനാത്മനാം. ആദികാലേ സുഖമെന്നു തോന്നിക്കുന്നതേതും വിവേകമില്ലാതവർ മാനസേ. ഇന്ദ്രാഗ്നി ധർമ്മ രക്ഷോ വരുണാനില രുദ്രജായി പാദപാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം. അന്തവുമാദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവൻ. സ്ഥൂലങ്ങളിൽ വച്ചതിസ്ഥൂലനും ഭവൻ. ന്യൂനാമണുവിങ്കൽ നിന്നണിയാൻ ഭവൻ. മാനമില്ലാത്ത മഹത്വത്വവും ഭവൻ. സർവലോകാനാം പിതാവായതും ഭവൻ. സർവലോകേശമാതാവായതും ഭവൻ. സർവദാതാവായതും ഭവൻ. ദർവീകരേന്ദ്രാശയനാദയാനിധേ ആദിമദ്യന്താവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യയൻ അവ്യക്തൻ അദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ. നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ. നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ. ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമൻ സദ്ഭാവയുക്തൻ സനാതനൻ സർവകൻ. മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടബന്ധവൻ. ജ്ഞാനികാതൽപാദ ഭക്തിയെ ത്വൽപാദഭക്തനിശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ. ജ്ഞാനയോഗാഖ്യാസൗധം കരേറിയിടുവാൻ മാനസേ കാമിച്ചു വന്നെഞ്ചകൽപതേ. സീതാപദേ രാമ കാരുണികോത്തമായ ദുദാനന്ദകാരാവണാരേ ഹരേ.
പാദാംബുജം നമസ്തേ ഭവ സാഗരാഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുഗ്ധസ്മിത പൂർവമേവ മരുൾ ചെയ്തു. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനം ഞാൻ വരദാനൈക തൽപരൻ. ഒട്ടുമേധാഭാമൊരുത്തനെന്നെ കണ്ടുകിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനൻ. ധന്യനായേൻ കൃതാകൃത്യനായേനഹം ധന്യാഗതേ കൃതാകാമനായേനഹം. ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമാനായൊരു ധന്യനില്ലൊഴിയിൽ മത്സമാനായൊരു ശുദ്ധനുമില്ലഹോ. മത്സമാനായി മറ്റൊരുവനുമില്ലിഹ. ത്വൽസ്വരൂപം മമ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നീ നിർമ്മലാമാം ഭവജ്ഞാനവും ഭക്തിയും തദ്ധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ. ചിത്തേ വിഷയ സുഖാശയില്ലേതുമേ ത്വൽപാദ പങ്കജ ഭക്തിരേവാസ്തുമേ. നിത്യാമിളക്കാമൊഴിഞ്ഞു കൃപാനിധേ യഥമാകർണ്യ സംപ്രീതനം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു. നിത്യം വിഷയ വിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതീ ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂമമാ സീതയുമായി മുതാം. ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തിരസസ്തോത്ര അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരൂമതിയില്ലൊരു സംശയം. ജാനകീ ജീവനസ്മരണം. മനോഹരമായിട്ടുള്ള ആ വിഭീഷണൻ്റെ സ്തുതിയാണ് പറയണത്. ഭഗവാന്റെ ആ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് സ്തുതിക്കണു. എന്നിട്ട് പറയണു, ഭഗവാനെ ആ ശരിക്കും ആ ഇന്ദ്രിയങ്ങൾക്ക് ലൗകിക സുഖത്തിന് അതിലാസക്തനായിട്ട് ആത്മാവിനെ അറിയാണ്ട് അജ്ഞാനിയായിട്ട് ജീവിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ആ ലൗകിക വിഷയങ്ങൾ ഉണ്ടാവണ അത് സുഖമാണ് എന്ന് വിചാരിച്ച് ചെയ്യണതൊക്കെ പിന്നെ ദുഃഖമാണ്. നമുക്ക് മൂഢന്മാരായതുകൊണ്ട് ഇത് സുഖമാണ് എന്ന് ചോദിക്കും. പക്ഷേ അതെല്ലാം ദുഃഖമായിട്ട് തീരുകയാണ് ചെയ്യണത്. അപ്പോൾ പറയണു, ഭഗവാനെ സകല ലോകങ്ങളുടെയും അച്ഛനും അമ്മയും ധാതാവും ഒക്കെ അവിടെ നിന്ന് തന്നെയാണ്. അങ്ങയുടെ പാതാരവിന്ദങ്ങളിലെ അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടാക്കിത്തരണേ. വേറെ ഒന്നും ആഗ്രഹിക്കണില്ല. ആ അചഞ്ചലമായുള്ള ഭക്തി ഉണ്ടായി തന്നാൽ തന്നെ ഈ ഭവസാഗരം നിങ്ങൾക്ക് തരണം ചെയ്യാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ ഭക്തി തരണേ എന്ന് പറയണു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായി ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ. എനിക്ക് എന്താണ് ഒരു വരം വേണ്ടത്, അത് ആവശ്യപ്പെടുമെന്ന് ചോദിക്കണു. അപ്പോൾ ഇതിലും വലിയൊരു വരമുണ്ടോ? ഭഗവാന്റെ മുമ്പിൽ എത്തിപ്പെടാൻ പറ്റിയില്ലേ? അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അങ്ങയുടെ പാതാരവിന്ദങ്ങളെ കണ്ടതോടുകൂടിയിട്ട് എനിക്ക് സഫലമായിട്ട് തീർന്നു. ഞാനതാ മുക്തനായിട്ട് തീർന്നു. എന്നെ പോലെ ഭാഗ്യം മറ്റാർക്കും ഉണ്ടാവില്ല. ഇത്രയും കാരുണ്യം. എന്തുകൊണ്ടാണ് ഭാഗ്യം ഉണ്ടായത്? ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഭഗവത് ദർശനത്തിനിടയായത്. അല്ലാണ്ട് എൻ്റെ മഹത്വം എന്നല്ല പറയണേ. ഓരോരുത്തരും സ്തുതിക്കുമ്പോൾ അതാ പറഞ്ഞത്, അവിടുത്തെ കാരുണ്യം കൊണ്ട് അവിടുത്തെ പാദകമലങ്ങളെ കാണാൻ ഭാഗ്യം ഉണ്ടായി തീർന്നു. നമുക്കതിനുള്ള യോഗ്യതയുണ്ടോ ശ്രേഷ്ഠതയുണ്ടോ എന്നൊന്നുമില്ല. പക്ഷേ ഈശ്വരനൊരു കാരുണ്യം തോന്നിയാൽ അവിടെ പിന്നെ നമ്മുടെ കഴിവുകളോ അതിൻ്റെ ബാക്കിയൊന്നും ഭഗവാൻ നോക്കില്ല. നമുക്ക് എത്ര കഴിവുണ്ട്, ഏത് കുലത്തിൽ ജനിച്ചതാണ്, ഏത് ജാതിയിൽ ജനിച്ചതാണ്, മനുഷ്യനാണോ മൃഗമാണോ, ഇതൊന്നും ഭഗവാൻ നോക്കില്ല. ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രീഭൂതരായി കഴിഞ്ഞാൽ നമുക്കതാ ആ ഭഗവാനെ നമുക്കത് ഇതാ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇത്രയും ഭാഗ്യം ചെയ്തവരില്ല. അപ്പം അതുകൊണ്ട് വിഷയസുഖങ്ങളിൽ എനിക്ക് ആഗ്രഹമില്ല. അങ്ങയുടെ പാദപങ്കജങ്ങളിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടാവണം എന്നത് മാത്രമാണ് ആഗ്രഹം. അപ്പോൾ ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പറയണു. ഇത് കേട്ടിട്ട് ഇതാ ലൗകിക വിഷയങ്ങളിൽ വിരക്തന്മാരും ശാന്തരും മനഃശുദ്ധിയുള്ളവരായിട്ടുള്ള ആ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഞാൻ സീതയോട് കൂടിയിട്ട് വസിക്കുന്നത്. അതുകൊണ്ട് നിരന്തരം എൻ്റെ നാമം ജപിച്ചുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞത് അനുഗ്രഹിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തത് വിഭീഷണനെ അഭിഷേകം ചെയ്യുകയാണ്.
രാക്ഷസ ലങ്കാധിപനായിട്ട് അഭിഷേകം ചെയ്യണം അവിടെ. ആ ഭാഗങ്ങളാണ് ഇനി പാരായണം ചെയ്യാനുള്ളത്. ജാനകീ ജീവനസ്മരണം ഇഥാമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം എന്നെ കനിയോടു കണ്ടതിൻ്റെ ഫലമിന്നു തന്നെ വരുത്തേണാമതിന്നു നീ ലങ്കാധിപൻ എന്നിവൻ അഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക. സാഗരാവാരിയും കൊണ്ടുവന്നിടുക. ശകാമകാധിപന്മാരുമായി സത്വരം മർക്കചന്ദ്രന്മാരും ആകാശഭൂമിയിൽ കഥയൻ ജഗത്തിങ്കലുള്ളന്നിവൻ വാഴ്കാലങ്കാരാജ്യമേവം മമാജ്ഞയ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജാനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യ അർത്ഥാഭിഷേകം വൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ. വൻപരം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാൻ. ആതിഥേയന്മാർ പുഷ്പവൃഷ്ടിയും ആദിവേറിട്ടു ചെയ്തിടിനാൻ. അതരല്ലപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഗന്ധർവ കിന്നരാകിം പുരുഷന്മാരും അന്തർമുദാ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു. ഭേരീനിനാദം മുഴക്കിനാനേവരും പുണ്യാജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു. സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവൻ. രാവണ നിഗ്രഹത്തിനു സഹായവുമാവോളമാശു ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റാവനുഗ്രഹം. സുഗ്രീവമാക്യമാകർണ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്മയാനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായന കാര്യാമ വീടേക്കു ബന്ധുശത്രുക്കളെന്നുള്ളതില്ല ഉള്ളതുമില്ല കേൾ. ഗൂഢസ്ഥൻ ആനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥൻ ആശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നതു ഗൂഢാത്രിഗുണഭാവേന മായാബലാൽ തദ്വശന്മാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ട് ദ്വയാഭാവേന സേവിച്ചു കൊള്ളുക നാം. നക്തഞ്ചരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനൂജനും തെളിഞ്ഞിടിനാൻ. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തക്ഷണേ വന്നു ശുഗനം. നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ. മർക്കടാരാജനം സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരാസൂനോ പരാക്രമാവാരിദേവാനൂതനേയനം ഭാഗധേയാംബുദേ വനരാജ മഹാകുല സംഭവ ആതിഥേയേന്ദ്ര സുധാനുജനാകയാൽ ഭാതൃസമാനൻ ഭവൻ മമ നിർണയം. നിന്നോട് വൈര്യാമെനിക്കേതുമില്ല, മറ്റൊന്നിൽ വിരോധം നമുക്കുമില്ലേതുമേ. രാജാകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേന് ഇതെന്തുതേ. മർക്കടാസേനയോടും അതിദ്രുതം കിഷ്കിന്ധയാം നഗരീ പൊയ്ക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലാമെന്നുടെ ലങ്കാപുരാമെടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരായുധവും എന്തോന്നു കാട്ടുന്നതെന്നോടി വീട് വന്നന്ധകാരം നിനച്ചിടായിക നീ വൃത. ഇത്തം ശുഗോക്തികൾ കേട്ടു കപികുലൻ ഉദായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹാരങ്ങളേറ്റു ശുഗനദീ കൃഷ്ണനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമരാമപ്രഭോ കാരുണ്യവാരിതേ രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ, നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്കാശു മാനവാവീരാഹദോഹം പ്രപാഹിമാം. ഇത്തം ശുഗാപരിവേദനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ. അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാനെന്തോന്നു ചൊല്ലേണ്ടതങ്ങൂ ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുഗനോട് സത്വരം.
ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലണാമശു സപുത്രബലാന്യുതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിനാചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകണം എനിക്ക് കിഷ്കിന്തയ്ക്കു രണ്ടില്ലതിയിലെന്നു ചെന്നു ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്ക് അന്വയോത്ഭവം താനുമരുൾ ചെയ്തു. വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ടൂനാമൊഴിഞ്ഞത്ര കാത്തുകൊണ്ടിടുവിൻ. ഞാനുരാ ചെയ്തേ അയക്കാവുതെന്നതു ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ചാതൂല വിക്രമം പൂണ്ടു കബീബലം ചാതൂലനായ നിശാചരൻ തന്നെ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളുള്ള വണ്ണം അത് കേട്ടോരും യാത്രീഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റം ദീർഘ ചിന്താന്വിതം ചീർത്ത ഖേദത്തോടു ദീർഘമായ ഏറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നീടിനാൻ. തൽക്കാലം അർക്കാകുലോത്ഭവൻ രാഘവാൻ അർക്കാത്മജാതി കബീവരന്മാരോടും രക്ഷോവരനും വിഭീഷണൻ തന്നോടും ലക്ഷ്മണനും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവാരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാൻ. ദേവപ്രവേരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ദിതു തോന്നിയതങ്ങനെ തന്നെയെന്ന് അർണവാതീരെ കിഴക്കു നോക്കി തൊഴുതർണോ ജലോചനാകിയ രാഘവൻ ദർഭാവിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുതാവിക്രമൻ ഭക്തി പൂണ്ടെത്രയും 3 അഹോരാത്രം ഉപാസിച്ചിതിങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിലകീല വാരുതിയും അതിക്രോധേന രക്താന്ത നേത്രനം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമാശരവിക്രമം. ഇന്നു പെരുവഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചവച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതുമെന്നു ഞാൻ ഇല്ലാതെയാക്കുവാൻ നിർണയം. സാഗരാമെന്നുള്ള പേരും മറന്നുള്ളിലാകുലാമെന്നിയെ വാഴുകയിലെന്നുമേ നഷ്ടമാക്കിയിടൻ വെള്ളം കബീകുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു. വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെന്തുർവാരമായ ശിലീമുഖാവിക്രമം ഭസ്മമാക്കിയിടുവൻ വരന്നിധിയെ ഞാൻ. വിസ്മയാമെല്ലാവരും കണ്ടു നിൽക്കണം മിഥം രഘുവരൻ വാക്കുകേട്ടന്നേരം. പൃഥ്വീരുഹങ്ങളും കാനനാജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമീരവും അബ്ദിയും ശോഭിച്ച മട്ടിൽ കവിഞ്ഞു വന്നു ഉത്തുംഗമായ തരംഗാവലിയോടും സത്രങ്ങളായി പരീതപ്തങ്ങളായി വന്നതിൽ ഉഗ്രനക്രാതിമീഷാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞോരു കാന്ത്യ നിജാഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിസ്തൃതനായി പാദാന്തികെ വച്ചു. സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ. ഫലതരം ജാനകീ ജീവനസ്മരണം. ഇങ്ങനെ ആ വിഭീഷണന്റെ സ്തുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇന്ന് തന്നെ വിഭീഷണനെ ലങ്കാധിപനായിട്ട് ഉടനെ തന്നെ അഭിഷേകം നടത്തുക. എന്നെ കണ്ടതിൻ്റെ ഫലം അവൻ ഇന്ന് തന്നെ ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി അഭിഷേകം വേണ്ട വിധത്തിലൊക്കെ നടത്തി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞു സുഗ്രീവനോട് പറഞ്ഞു. സുഗ്രീവൻ പറയുകയാണ്, 14 ലോകങ്ങൾക്ക് അധിപനായിട്ടുള്ള ശ്രീരാമദേവൻ്റെ കിങ്കരന്മാരിൽ പ്രധാനിയാണ് അവിടുന്ന്. അപ്പോൾ ഇനി രാവണവധത്തിന് ഞങ്ങളെയൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുഞ്ചിരിയോട് കൂടിയിട്ട് വിഭീഷണൻ സാത്വികനായിട്ടുള്ള ഭക്തനാണ്. പറഞ്ഞു, സർവേശ്വരനായിട്ടുള്ള ജഗന്മയൻ സാക്ഷിയാകയാൽ നമ്മുടെയൊക്കെ സഹായം കൊണ്ട് അദ്ദേഹത്തിന് എന്താ കാര്യം? അദ്ദേഹത്തിന് ആരാ ബന്ധു, ആരാ ശത്രു, അതൊന്നുമില്ല. സർവ അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാൻ എപ്പോഴും ആനന്ദനാണ്, ആനന്ദമയനാണ്. അദ്ദേഹം ആത്മാരാമനാണ്. അദ്ദേഹത്തിൽ സഹായിക്കാൻ നമ്മളാരുമല്ല. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ സത്വരജ തമോ ഗുണങ്ങളുടെ സ്വഭാവം കൊണ്ട് നമുക്ക് തോന്നലാണ് ഞാൻ ചെയ്യണു എന്നൊന്നും നമ്മൾ ചെയ്യണില്ല.
നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വാക്കുകളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ശുഗൻ എന്ന് പേരായിട്ടുള്ള ഒരു രാക്ഷസൻ വന്നിട്ട് ദൂതനായിട്ട് വന്നതാണ്. എന്നിട്ട് ആകാശമാർഗത്തിൽ നിന്നിട്ട് സുഗ്രീവനോട് പറഞ്ഞു, രാക്ഷസാധിപൻ്റെ സന്ദേശം കേൾക്കുക, നീ ആ ബാലിയുടെ അനുജനായതുകൊണ്ട് നിന്നോട് എനിക്കൊരു വിരോധമില്ല. അപ്പോൾ ഞാൻ രാമൻ്റെ അല്ലേ ഭാര്യ കട്ടുകൊണ്ട് വന്നു എന്നുള്ളതിന് നിനക്കിപ്പോൾ എന്താ നഷ്ടം ഉണ്ടായത്? രാമൻ്റെ ഭാര്യയെ കട്ടുകൊണ്ട് വന്നു എന്നുള്ളതിന് നിനക്കെന്താ ചേതണ്ടായേ? അപ്പോൾ നിനക്കതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അതുകൊണ്ട് നീ വനര സൈന്യത്തെയും കൂട്ടി തിരിച്ചു പോവുക, കിഷ്കിന്ധയ്ക്ക് തന്നെ തിരിച്ചു പൊക്കോളൂ. അതുകൊണ്ട് ദേവന്മാർക്ക് പോലും ഈ ലങ്കയിലേക്ക് കടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ സാധാരണ മനുഷ്യരും കുരങ്ങന്മാരൊക്കെ കൂടി വന്നിട്ട് എങ്ങനെയാണ്, എന്ത് ചെയ്യാനാണ്? അപ്പം അതുകൊണ്ട് നിന്നോട് എനിക്കൊരു ശത്രുതയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശുഗൻ പറഞ്ഞത് കേട്ടിട്ട് വാനരന്മാരിതാ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു, ചാടി ആ ശുഗനെ അങ്ങനെ താഴത്തേക്ക് പിടിച്ച് വലിച്ചെടുത്തിട്ട് അവരിതാ അങ്ങനെ ഇടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ആശ്രയിച്ചിട്ട്, രാമ രക്ഷിക്കണേ, ദൂതരെ കൊല്ലാറില്ല, രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ അഭയം പ്രാപിച്ചപ്പോൾ പറഞ്ഞു. ആ ശ്രീരാമൻ പറഞ്ഞു, ഇങ്ങനെ അവർ ആ വനരന്മാരോടൊക്കെ പറഞ്ഞു ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അവരിൽ നിന്ന് മുക്തനാക്കി. അപ്പോൾ പറഞ്ഞു, ഞാനിനി എന്താണ് രാവണനോട് എന്ന് പറയേണ്ടതെന്ന് സുഗ്രീവൻ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ബാലിയെ പോലെ ഞങ്ങൾ അവിടെ രാവണനെയും കൂടി വധിക്കാനാണ് വരുന്നത്. ശ്രീരാമൻ്റെ പത്നിയെ കട്ടുകൊണ്ടുപോയ കള്ളൻ കള്ളനെ കൊന്നിട്ട് സീതയെ കിഷ്കിന്ധയിലേക്ക് കൊണ്ടുപോകണം. ഈ ഒരു കാര്യത്തിൽ ഇത് വേറെ മറിച്ചൊരു ചിന്തയില്ല, ഒരഭിപ്രായമില്ല എന്ന് പറയണം. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം ഈ ശുഗനെ പറഞ്ഞയക്കേണ്ട, നിങ്ങൾ ബന്ധിച്ചുകൊണ്ട് ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്, ബന്ധനത്തിൽ അവനെ വേണ്ടതുപോലെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കൂടെ നിർത്തണം, ഞാൻ പറയുമ്പോൾ മാത്രമേ വിട്ടയക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എങ്ങനെയാണ് ഈ സേതു, അതായത് ഈ സമുദ്രം എങ്ങനെയാണ് കടക്കേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ കടൽ കടന്നു പോകാൻ എന്താ ഉപായം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ വരുണനെ ഭജിച്ചു കഴിഞ്ഞാൽ വരുണൻ നമുക്ക് വഴി തരും എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നല്ല അഭിപ്രായമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തു, ദർഭ വിരിച്ചിട്ട് അദ്ദേഹം 3 ദിവസം ഉപവാസം ചെയ്തിട്ട് വരുണനെ ധ്യാനിച്ച് കഴിഞ്ഞുകൂടി. 3 ദിവസം ഇരുന്നു. എന്നിട്ട് സമുദ്രത്തിന് യാതൊരു മാറ്റം ഉണ്ടായില്ല എന്ന് കണ്ടപ്പോൾ ക്രോധത്തോട് കൂടിയിട്ട് പറഞ്ഞു, ലക്ഷ്മണ അമ്പും വില്ലും കൊണ്ടുവരൂ, ഇനി എൻ്റെ പ്രയോഗം കൊണ്ടേ കാര്യമുള്ളൂ, കാരണം ഈ സമുദ്രത്തെ ഞാൻ ചാമ്പലാക്കുന്നുണ്ട്. പണ്ട് എൻ്റെ പൂർവികന്മാരാണ് ഈ സമുദ്രം ഉണ്ടാക്കിയത്. ആ സമുദ്രത്തിന് സാഗരം എന്നുള്ള പേര് കിട്ടിയതും കൂടി മറന്നിട്ടിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാനിതാ ചാമ്പലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും ഒക്കെ പിടിച്ചിട്ട് ഇതൊക്കെ കൊലച്ചു പിടിച്ചിട്ട് പറഞ്ഞു, ആർക്കും തടുക്കാനാവാത്ത ഈ ശരപ്രയോഗത്തിൻ്റെ കൗശലം സർവ്വഭൂതങ്ങളും കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അമ്പ ചെയ്യാനായിട്ട് പോയ സമയത്ത് ആ വരുണദേവൻ വന്ന് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കാക്കൽ നമസ്കരിച്ചുകൊണ്ട് വണങ്ങി സ്തുതിക്കുന്നു. ജാനകീ ജീവനസ്മരണം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ത്രാഹി മാം ത്രൈലോക്യപാലക, ത്രാഹി മാം വിഷ്ണോ ജഗൽപദേ, ത്രാഹി മാം പൗലസ്ത്യനാശന, ത്രാഹി മാം രാമ രമാപദേ, ആദികാലേ തവ മായ ഗുണാവശൽ ഭൂതങ്ങളെ ഭവൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടാമിതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനാരനെ നിർമ്മിച്ചതും മുന്നേ ഭയൻ നിയോഗ സ്വഭാവത്തെ ഇന്നന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി
താമസോത്ഭൂതങ്ങളായ ഭൂതങ്ങൾ താമസാശീലരായി തന്നെ വരൂ വിഭോ. താമസാമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും തമോ ഗുണം. മായാരഹീതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ. കാരണപുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ. തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ. തത്വമോ ഭൂതനായി ഭൂപതി താനും ഉത്തമാ പുരുഷ രാമാദയാനിതേ. മായയാച്ഛന്നനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. നിർഗുണനായി സദാചിതജ്ഞനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷദനം നിന്തിരുവടി തന്നെയും മൂർഖനം ഞാനെങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖാജനങ്ങൾക്കു തന്മാർഗ പ്രാപക ഓർക്കിൽ പ്രഭൂണം ഹിതം ദണ്ഡമായതും ദുഷ്ടാപശൂനം യഥാലകൂടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവദൃശാം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപുരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമലങ്കാമാർഗമാശൂദാമി തേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണരോടുത്തമാ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മതീയാമോഘാമതിന്നിഹാ വേണാമൊരു ലക്ഷ്യമെന്തെന്നുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യാമതിന്നു നീ കാട്ടിത്തരേണാം എനിക്കു വരാനിധേ. അർണവാനാഥനം ചൊല്ലിനാൻ അന്നേരമന്യുന്യകാരുണ്യ സിന്ധോ ജഗൽപദേ. ഉത്തരസ്യാം ദിശി തീരഭൂതലേ ചിത്രദ്രുമാകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരത്രയും പാരാമുപദ്രവിച്ചിടുവോർ വേഗാള വീടയ്ക്കയക്യബാണന്തവ ലോകോപകാരമാമതു നിർണയം. രാമനും ബാണാമയച്ചാനതു നേരമാമയം തേടിയിടൂ. ആഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേതോ നീരവും ബുക്കിതാതരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം സദാ. തൽക്കുലാദേശവും വന്നു തൊട്ടെത്രയും മുഖ്യജനാപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനൽ സാദരാമന്നേരമാ ഗുലാമെന്നിയെ മജ്ജലെ സത്വരം സേതു ബന്ധിക്ക. നളനം കബീവര സേതുവും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പി ക്രിയാ തൽപരാനത്രയും. വിശ്വാദുരിതാപഹാരണീയതവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു. തൊഴുതുടനബ്ധിയും മെല്ലെ മറഞ്ഞിരുന്നിടിനാൾ. സന്തുഷ്ടനായോരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു. സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധേന. തൽക്ഷണേ മർക്കടാ മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വതാതുല്യ ശരീരികളാകിയ ദുർവാരവീര്യാമി എന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭസം. പർവ്വതാപാഷാണപാദജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തരൂതരെ കണ്ടാവിഹീനം പറഞ്ഞു തുടങ്ങി. അന്നേരേ ശതായോജനായതാമുടൻ 25 യോജന വിസ്താരമാം വണ്ണമിത്തം പറഞ്ഞു പടുത്തു തുടങ്ങും വിധൗ രാമ ഭദ്രനാം ദശാരഥി ജഗദീശ്വരൻ വ്യോമകേശം പരാമേശ്വരം ശങ്കരം രാമേശ്വരന് നാമാമരുൾ ചെയ്തു. ശോഭനാമായ മുഹൂർത്തേന സന്ധാപ്യ പാപാഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനാനേവാമരുൾ ചെയ്തു. യാതൊരു മത്യാനിവിടെ വന്നാതരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരത്തെയും ഭക്ത്യാ ഭജിക്കുന്നത്. അപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ട അതിശുദ്ധനായി വന്നുകൂടും. മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനാവും ചെയ്തു. ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി
കുണ്ഠത കൈവിട്ടു വാരാണസി പൊക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ഉചിതശ്രമം ഗംഗാസലീലവും കൊണ്ടുവന്നാദര രാമേശ്വരനഭിഷേകവും ചെയ്തതാ ശ്രീമത് സമുദ്രേ കളഞ്ഞു തദ്ഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനോടു സായുജ്യം വരൂ മദീനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജനം നളനും പിന്നെ വിശ്വാസമോടു തുടങ്ങിനാൻ വിദ്രുതാമദ്രി പാഷാണാതിരുക്കളാലതിനെ തീർന്നു 14 ലോചന തീർന്നിത് 20 യോജന പിറ്റെന്നാൽ മൂന്നാം ദിനാമി 21 യോജന 4-ാം ദിനാമി 22 23 ദിനം 5 നാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലാമെന്നിയെ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനൻ മാരുത കണ്ടേ കരേറി രഘുത്തമൻ താരേയ കണ്ടേ സുമിത്രാതനേയനും ആരുഹ്യ ചെന്നു അജലമുഖ ആരുഹ്യ ചെന്ന സുബേലാജലമുകളേറിനൻ വാനരസേനയോടും ദ്രുതം രംഗാപുരാലോകരാശയ രാഘവൻ രംഗാവിഹീനം അജലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംബാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയ ധ്വജ പ്രാകാരതോരണ പൂർണ്ണം മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭാഗോപുരാജാല പരീഘാശതാഗ്നീസമന്വിതം പ്രാസാദമുദ്ദനീവ് വിസ്തീർണദേശേ മുത വാസവാതുല്യപ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭീസങ്കുലേ രത്നദണ്ഡാതപത്രൈ ഉപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ട് വീയിച്ചു നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സംസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായോരു ചുകാസുരൻ തന്നെ വിരവോടയക്കാമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. അങ്ങനെ ആ സേതുബന്ധനമാണ് പിന്നെ പാരായണം ചെയ്തത്. അപ്പോൾ ആ കടൽ കടന്ന് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ വരുണൻ്റെ സ്തുതി, വരുണനെ വധിക്കാനായിട്ട് അമ്പും വില്ലെടുത്തപ്പോൾ വരുണൻ സ്തുതിക്കുന്നു. തമോ ഗുണത്തിൻ്റെ സ്വഭാവമാണ് ജഡത, കാമം, ലോഭം, മോഹം ഒക്കെ അതിൻ്റെ ആ തമോ ഗുണത്തിൽ പെട്ടതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അങ്ങ് ശിക്ഷിക്കരുത്, അങ്ങയുടെ സൃഷ്ടി തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞതാ. അനേകം കാര്യങ്ങളെ പറഞ്ഞിട്ട് ഭഗവാന്റെ ആ മഹത്വത്തെയൊക്കെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് പറയണു, ദുഷ്ടമൃഗങ്ങളെ നേർവഴിക്ക് നയിക്കാൻ വടി ഉപയോഗിക്കുന്നത് പോലെയാണ് അങ്ങയുടെ ഓരോ ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്ന് പറഞ്ഞിട്ട് ഈശ്വരനെ നമ്മൾ ഓർമ്മിക്കാനാണ്. തെറ്റ് ചെയ്യുന്ന കുട്ടികളെ അമ്മമാർ ശിക്ഷിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളോടുള്ള ശത്രുത കൊണ്ടല്ല, ആ തെറ്റ് തിരുത്തിയിട്ട് ഇനി നന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തിരിച്ചറിയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ അങ്ങ് നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അങ്ങയെ പോലുള്ളവർ ആ ധർമ്മം തന്നെ ദുഷ്ടന്മാരെ ശാസിച്ച് ശിഷ്ടന്മാരാക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു, ലങ്കയിലേക്കുള്ള മാർഗം ഞാൻ ഉടനെ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ എന്ത് ചെയ്തു, വില്ല് കൊലച്ചു അല്ലേ, എന്നിട്ട് തൊടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ തൊടുത്താൽ പിന്നെ വിടാതിരിക്കാൻ പറ്റിയ രാമബാണം വ്യർത്ഥമാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ലക്ഷ്യം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വടക്കേ ദിക്കിലെ എൻ്റെ തീരഭൂമിയിൽ തന്നെ വിചിത്ര വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞ നല്ലൊരു പ്രദേശമുണ്ട്. പക്ഷേ പാപികളായ രാക്ഷസന്മാർ ഉപദ്രവിക്കണ കാരണം അവിടെ ആർക്കും പോകാനോ താമസിക്കാനോ ഒന്നും പറ്റണില്ല. അതുകൊണ്ട് ഈ ബാണം അവിടേക്ക് അയച്ചിട്ട് ആ രാക്ഷസന്മാരെയൊക്കെ വധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബാണം അവിടേക്ക് അയച്ചിട്ട് അവരെയൊക്കെ ആ രാക്ഷസന്മാരെയൊക്കെ വധിച്ച് ആ ഒരു പ്രദേശം ശോഭനമായിട്ട് തീർന്നു. അതുപോലെ അവിടെ ജനങ്ങളൊക്കെ യാതൊരു ഭയവും ഇല്ലാണ്ട് അവിടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ഹരേ കൃഷ്ണ. അപ്പോൾ പറഞ്ഞു,
നളൻ എന്നുള്ള വാനരൻ എൻ്റെ ജലത്തിന് മുകളിലൂടെ സേതു നിർമ്മിക്കട്ടെ. വിശ്വകർമാവിൻ്റെ മകനാണല്ലോ നളൻ, അതുകൊണ്ട് അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. ശില്പവിദ്യകളെല്ലാം അവന് നല്ലോണം അറിയാം. അതുകൊണ്ട് സേതു നിർമ്മിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സേതു നിർമ്മിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ നളൻ തന്നെ ഉടനെ ഭഗവാനെ വണങ്ങിയിട്ട് വലിയ വലിയ പർവ്വതഖണ്ഡങ്ങളും പാറകളൊക്കെ കൊണ്ടുവന്ന് അവിടെ സേതു ബന്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പാറകളും പർവ്വതങ്ങളൊക്കെ എടുക്കുമ്പോൾ എല്ലാ പാറകളിലും എന്ത് ചെയ്യും? രാമനാമം എഴുതിയിട്ടാണ് അത്ര ഇടുക. കാരണം രാമനാമം എഴുതിയിടുമ്പോൾ അത് വെള്ളത്തിൽ പൊന്തിക്കിടക്കുക ചെയ്യണേന്നാണ് പറയണേ. അപ്പോൾ ആ രാമനാമം എഴുതിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണേ. അങ്ങനെ എല്ലാവരും ആ സമയത്തും ഭഗവാൻ എന്ത് ചെയ്തു? സാക്ഷാൽ ശ്രീപരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ ശ്രീപരമേശ്വരന് രാമേശ്വരം എന്ന പേര് നൽകിയിട്ട് അവിടെ ഒരു ഭഗവാനെ പ്രതിഷ്ഠിച്ചു. അവിടെ നല്ല സമയമൊക്കെ നോക്കിയിട്ട് പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞു, ഇനി ഏതൊരാളാണോ അവിടെ വന്ന് സേതുബന്ധനം കണ്ട് രാമേശ്വരനെ ഭക്തിയോടെ ഭജിക്കണത് അവർക്കൊക്കെ ബ്രഹ്മഹത്യാ പാപങ്ങളിൽ നിന്ന് പോലും മുക്തി ലഭിക്കും, മോക്ഷം ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ സേതു നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ സേതു 5 ദിവസം കൊണ്ട് 100 യോജന, 5 ദിവസം ഓരോ ദിവസം പണിതിട്ട് 5-ാം ദിവസം 100 യോജനയും പണിത് ആ സമുദ്രം അക്കരെ കടന്നു. അങ്ങനെ ആ സുബേല പർവ്വതത്തിൻ്റെ മുകളിലിരുന്നിട്ട് ആ ലങ്കാനഗരമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ അതിമനോഹരമായിട്ടുള്ള ആ കെട്ടിടങ്ങൾ, കൊടിമരങ്ങൾ, കോട്ടകൾ, അവിടെ ലങ്കാപുരിയിലെ ദൈവതുല്യമായിട്ടുള്ള പ്രഭാവത്തോടെ രത്നസിംഹാസനത്തിൽ മറ്റുള്ള രാക്ഷസന്മാരോടൊക്കെ കൂടിയിട്ട് രാവണൻ ഇരിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി നമ്മളുടെ കൂടെയുള്ള ശുഗനെ വിട്ടയക്കൂ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നൊഴിയാണ്ട് ആ രാവണനെ അറിയിക്കൂ എന്ന് പറഞ്ഞാൽ ശുഗനെ പറഞ്ഞേക്കണു. ആ ഭാഗങ്ങൾ ഇനി സമയത്ത് ഇനി ഈ ഒരു ശുഗൻ്റെ രാവണശുഗ സംവാദം കൂടിയും കേട്ടിട്ട് വായിച്ചിട്ട് നമുക്ക് സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനൻ. ഭക്തി മുഖാനവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടോ? വാനരേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ച ഭീവാനാവിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാത്രിഞ്ചരോക്തികൾ കേട്ടു ശുകൻ പരാമർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാജയാജയ മോക്ഷോപദേശമാർക്കേണ ചൊല്ലിയിടുവൻ. സിന്ധൂതന്നുത്തരാതിരോപരി ചെന്നോരന്തരാമെന്നിയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവൻ തുടങ്ങും ദശാന്തരേ. രാമ പ്രഭോ പാഹി പാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതൻ അവധ്യനയപ്പീനയപ്പീനെന്നാദരവോടു അരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാരതു കണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരാനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു, നീ രാവണൻ തന്നോട് ചൊല്ലുക, സീതയെ നൽകിയിടുകല്ലായിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുകൂടറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോന്നങ്ങിരുന്നു കൊണ്ടു ഭവൻ പോരുമതീനു ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുക. നീ ലങ്കാപുരവും
നിശാചരാസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തുള്ളിൽ പൊടിപ്പെടുത്ത് എന്നുള്ളിൽ വന്നിങ്ങു ഒരു രോഷവുമാശു തീർത്തിയിടുവിൻ. നക്തഞ്ചരക്കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുൾ ചെയ്തിരുന്നിടിനാൻ നിന്നുടെ സോദരൻ തന്നോട് കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രംഗാങ്കണേ കണ്ടാലും അസഖ്യം ബലം ദശാകണ്ഠ പ്രഭോ കപിപുങ്കവാപാലിതം പർവ്വതാസന്നിപന്മാരായ വാനരാരുർവീകുലങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതംബരനായ കുമാരനും ഓങ്കാരമേറിയ വാനരാസേനയിൽ സംഘപ്രധാനന്മാരെന്നു സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടു വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനം സേനാപതി വന്യനന്ദനൻ അങ്കദാനകൂമിളയ രാജാവതീനങ്ങേതു കിഞ്ചൽക്കാസമപ്രഭൻ വാൾകൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങിനെ ബാലിതൻ നന്ദനൻ അദ്രിശങ്കോപമൻ ത്വൽപാർശ്വസീമനി നിൽക്കുന്നു വാതജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനൻ ചേതൻ രജതസമപ്രഭൻ രംഭൻ അങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വൻപനായുള്ള ശരവൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവേദനും വൃന്ദാരവൈദ്യ നന്ദനന്മാരല്ലോ സേതുകർത്താവാം നളൻ അതിനങ്ങേതു ബോധമേറ്റും വിശ്വകർമാവുതൻ മകൻ താരൻ പനാസൻ കുമുദൻ വീതനും വീരൻ വൃഷഭൻ വികേടൻ വിശാലനും മാരുതീതൻ പിതാവാകിയ കേസരീശൂരനായിടും പ്രമാദി ശതബലി സാരനാൻ ജാമ്പുവാനും വേഗദർശിയും വീരൻ ഗജേനൻ കവേയൻ ഗവാക്ഷനും ശൂരൻ തദീമുഖൻ ജ്യോതിർമുഖനദീഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരാനായകന്മാരാ 67 കോടിയും ഉണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം ഉള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശസംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മനുഷ്യനല്ലാതി നാരായണനം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സഹോദരൻ ലക്ഷ്മണനായ ധനന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയുക വഴി പോലെ വൈരമോ അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നോർക്ക നീ മനസ്സേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കിൽ എല്ലാവനും പഞ്ചാത്മകതത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി ത്വങ്പാംസമേതാസ്തി മൂത്രമലങ്ങളാൽ സമ്മേലാമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാത ജനങ്ങൾക്കതോർക്ക നീ. ജഡാത്മകമായ കായത്തിങ്കലെന്തൊരവസ്ഥ ഭവിക്കുന്നു ധീമതം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഘങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദി മൂലമായി സമ്പദിക്കും ദൃഢം. പാപപുണ്യങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു. സുഖാദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുതുൽമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകാജരാമരണാദികൾ നീക്കുവാൻ
ആകയാൽ ദേഹാഭിമാനം കളക നീ ആത്മാവു നിർമ്മലനവ്യയനദ്വയൻ ആത്മനാമാത്മനാ കണ്ടൂതലീക നീ ആത്മാവിനെ സംസ്മരിച്ചിടുക സന്തതം ആത്മനീ തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാത്രാഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സുഖരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതാഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനൻ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതേ പൗലസ്ത്യനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതപോദിനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷങ്ങൾ എന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാപരനദ്വയൻ സീതയെ രാമനു കൊണ്ടു കൊടുത്തു തൽപാദപത്മാനുജര ആയി ഭവിക്ക നീ സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലായിക്കിലാശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞിതു നല്ലാജനത്തോട് ചോദിച്ചു കൊൾക്കടോ രാമേതി ജപിച്ചുകൊണ്ട് അമയം വേറിട്ടു സാധിക്ക മോക്ഷവും സത്സംഗമത്തോട് രാമഭദ്രം ഭക്തവത്സലം ശോകാശരണ്യം ചരണതം ദേവം മരതകാന്തികാന്തം രാമസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണാസംയുധം ഭക്തി രക്ഷാനിപൂണം വിഭീഷണാസേവിതം ഭക്തിയാ നിരന്തരം ധ്യാനിച്ചു കൊൽകിലോ മുക്തി വന്നിടും മതീനില്ല സംശയം ഇത്തം ശുഗാവാക്യമജ്ഞാനനാശനം ശുദ്ധാദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഗാനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ ഭൃത്യനായുള്ള നീയാചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊല്ലുവാനെന്തു കാരണം പണ്ടു നീ ചെയ്തൊരുപകാരം ഓർക്കയാലുണ്ടു കാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുക്കൻ ക്ഷമയും എനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കൽക്ഷണം നിൽക്കിലോ വന്നുകൂടം മരണം നിനക്കെന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തന്മന്ദിരം കിരുന്നീടിനാൻ ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ശുഗനെ പറഞ്ഞയക്കുന്നു. പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് പറയുമ്പോൾ ശുഗൻ അവിടെ വന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾ അവിടെയുള്ള ആരൊക്കെയാണ് നിൽക്കുന്നത് എല്ലാവരും ഇവിടെ കടന്നു വന്നു. ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞത് എന്താണ്? സീതയെ കൊണ്ടുവന്ന് വെച്ച് നമസ്കരിക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക, രണ്ടായാലും എനിക്കൊരുപോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് സേതു ബന്ധിച്ച് ഇക്കരെ കടന്നിട്ട് അവിടെ നിൽക്കണത് ആ ലങ്കാപുരിയുടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. ലങ്കാപുരിയിലേക്ക് നോക്കിയിട്ട് ഓരോരോ വാനരന്മാരെ ചൂണ്ടിയിട്ട് ഇത് ഇന്ന ആളാണ് എത്ര ആൾക്കാരുണ്ട് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കണോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ യുദ്ധം? എല്ലാ ശരീരങ്ങളും പഞ്ചഭൂതങ്ങളാണ്. അതായത് പഞ്ചഭൂതങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശം, വായു, മണ്ണ്, അഗ്നി അങ്ങനെയുണ്ടല്ലോ. അങ്ങനെയുള്ള ആ പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായതാണ്. ആ പഞ്ചഭൂതത്തിൽ ഇത് കഴിഞ്ഞാൽ ആ പഞ്ചഭൂതത്തിൽ ലയിക്കുകയും ചെയ്യും. ഈ ശരീരങ്ങൾക്കെല്ലാം ജനിച്ചാൽ നാശമുണ്ട്, ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ 25 തത്വങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ബന്ധിക്കപ്പെട്ടു. പിന്നെ എന്താണ് അതിലെന്താ? ത്വക്ക്, മാംസം, മേധസ്, അസ്ഥി, മൂത്രം, മലം ഇതൊക്കെ കൂടിയിട്ട് ദുർഗന്ധം വമിക്കുന്ന ഒരു മാംസപിണ്ഡത്തിന് ഒരു തൊലി കൊണ്ട് ഇങ്ങനെ മൂടി വച്ചേക്കുക, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒന്നും നല്ലതല്ല. അതിനെ ഞാൻ എന്നുള്ള അഹംഭാവം കൊണ്ടാണ്, അജ്ഞാനികൾക്ക് അഹംഭാവം ഉണ്ടായിട്ടാണ് ആ ശരീരത്തിന് ഉള്ള ബുദ്ധി ഉണ്ടാവുകയാണ്. ശരീരം ഞാനാണെന്നുള്ള ബോധം, അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ ബ്രഹ്മഹത്യ മുതലായ പാപങ്ങൾക്ക് കാരണമാകണത് എന്താ? ഈ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ശരീരം ഞാനാണെന്ന് വിചാരിച്ചിട്ട് സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഇതാണ്. പിന്നെ മാത്രമല്ല ഈ ശരീരം രോഗാദി കാരണങ്ങളാൽ വളരെ പെട്ടെന്ന് അല്ലേ എപ്പോൾ വേണമെങ്കിലും രോഗം ബാധിക്കാം, എങ്ങനെ വേണമെങ്കിലും മരിക്കാം. പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് നടക്കുന്ന ഒരാൾ
ഒരു ദിവസം കേൾക്കണു സുഖമില്ല, ആശുപത്രിയിലാണ്. അപ്പോഴാണ് നോക്കേണ്ട ശരീരത്തിൻ്റെ ഉള്ളിൽ ഇത്ര ശതമാനത്തോളം ഇന്ന രോഗം പകർന്നു, ഇനി അധികമൊന്നുമില്ല, 2 ആഴ്ച കൂടുതൽ ജീവിക്കില്ല. അപ്പം നമുക്ക് അത്ഭുതം, ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് നടന്ന ആൾ ഒരു തല ചുറ്റി വീണു, ഇത്രയേ ഉള്ളൂ കാരണം. അങ്ങനെ പോണവരുണ്ട്. രോഗങ്ങളും ദുരിതങ്ങളും കൊണ്ട് സമ്പാദിച്ച് 7 തലമുറയ്ക്ക് സമ്പാദിക്കാനുള്ള സ്വത്തൊക്കെ സമ്പാദിച്ചിട്ട് എങ്ങനെ സമ്പാദിക്കാനുള്ളതുകൊണ്ട് ആ ശരീരം പോലും നോക്കാണ്ട് സമ്പാദിച്ചിട്ട് അവസാനം എന്ത് പറയുന്നു, ആ ശരീരത്തിൽ രോഗങ്ങളെ കൊണ്ട് ആ ശരീരം നിറഞ്ഞപ്പോൾ ഈ സമ്പാദിച്ചതെല്ലാം ഏതൊരു സുഖം അനുഭവിക്കാൻ സമ്പാദിച്ചു, അതൊക്കെ എന്ത് ചെയ്തു, രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നടന്ന ദരിദ്രരാവണം. അങ്ങനെ പല വിധത്തിലുള്ള കേസുകൾ നമുക്ക് കേൾക്കാനും കാണാനും കഴിയും. അപ്പോൾ ഇതൊക്കെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് മറ്റുള്ളവരോട് പരസ്പര സ്പർദ്ധ കൂടണത്? ഈയൊരു നിമിഷം കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ആരോടും പരസ്പരം മാത്സര്യമില്ലാണ്ട് സ്നേഹത്തോടു കൂടിയിട്ട് സമാധാനമായിട്ടാണ് ജീവിക്കേണ്ടത്. ഈശ്വരനെ ആശ്രയിച്ചാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ലക്ഷ്മണൻ രാവണൻ എന്താ ചെയ്തത്? സീതയെ കട്ടുകൊണ്ടു പോന്നു. സീത എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലേ, പ്രേമം ആണ്, പരമപ്രേമമാണ്, ഭക്തിയാണ് എന്നൊക്കെ പറഞ്ഞു. ഭഗവാനിൽ നിന്ന് ഭക്തി അല്ലേ, പല ആൾക്കാരെയും നമുക്ക് കാണാം ഭക്തിയുടെ പരിവേഷമായിട്ട് വലിയ ഭക്തന്മാരാണെന്നുള്ള പേരിൽ വന്നിട്ട് ആശ്രമങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ആ ഭക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് പലരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അതൊക്കെ ചെയ്ത് ഈ ഭക്തി വെച്ച് കച്ചവടം ചെയ്യുക. അതാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ പറയണ ഈ ഭക്തി എന്തിനുള്ളതാണ്? ഈശ്വരന് സമർപ്പിക്കാനുള്ളതാണ്. അതിപ്പോൾ ആ ഭക്തി കൊണ്ടിപ്പോൾ കച്ചവടം ചെയ്ത് ജീവിക്കണം. അങ്ങനെയുള്ളവരുടെയൊക്കെ പ്രതീകമായിട്ടാണ് രാവണൻ വരണത്. അതിന് വക്രബുദ്ധിയായിട്ട് നമുക്ക് ഒരു തലയുടെ ബുദ്ധിയുള്ളൂ വെച്ചാൽ അവർക്ക് 10 തലയുടെ ബുദ്ധിയുണ്ട്. അതൊക്കെ തല തിരിഞ്ഞ ബുദ്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, എത്ര അനുഭവം ഉണ്ടായാലും അവർക്ക് അത് തിരിച്ചറിയാനും പറ്റില്ല. അവരും ഇപ്പോൾ രാവണൻ പറയണ പോലെയുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞ് അത് പിടിച്ചു നിൽക്കും. അങ്ങനെ പല കാര്യങ്ങളും കാണാം. പല വിധത്തിലുള്ള ഉദരനിമിത്തം ബഹുഗത വേഷം എന്ന് പറഞ്ഞ് പല വിധത്തിലുള്ള വേഷം കെട്ടിയിട്ട് പലതും നടക്കണത് കാണാം. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഇങ്ങനെ അനുഭവിക്കണ ഈ ശരീരം എപ്പോൾ വേണമെങ്കിലും വീണ് പോവാം. പുണ്യപാപങ്ങൾക്കനുസരിച്ചിട്ട് ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ബന്ധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ശരീരത്തിൽ തോന്നണ അഹംഭാവം മോഹം, അതിൽ അഹംഭാവം കൊണ്ട് കണ്ണു കാണാത്തവരായിട്ട് വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യാണ്. ആ കർമ്മങ്ങൾ ജനന മരണങ്ങൾക്ക് കാരണമായിട്ട് വരികയാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ഈ ദേഹാഭിമാനം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ആ ഭഗവാനെ, ആത്മാവിനെ സ്മരിക്കുക. ആത്മാവാര സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ ആത്മാവിൽ ലയിക്കുകയാണ് വേണ്ടത്. പുത്രൻ, ഭാര്യ, സമ്പത്ത്, ഗൃഹം തുടങ്ങിയിട്ടുള്ള ആ വസ്തുക്കളുടെ നേർക്കുള്ള ആസക്തി ഉപേക്ഷിക്കണം. വിരക്തനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇപ്പോൾ ഗൃഹസ്ഥാശ്രമിയായ നമ്മളോട് ഇത് പറയുമ്പോൾ എന്താ, നാളെ മുതൽക്ക് ഒന്നും വേണ്ട, നാമം ജപിച്ചിരിക്കുക, അങ്ങനെയല്ല. ആസക്തി ഉപേക്ഷിക്കണം എന്നാണ് പറയണത്. അതിനോട് അമിതമായിട്ട് വല്ലാത്തൊരു ആസക്തി ഉണ്ടാവും വീട്ടിൽ. അതല്ല, എന്ത് വന്നാലും ഇതൊക്കെ നമുക്ക് വിധിച്ചേക്കേണ്ടതെന്ന് അറിഞ്ഞ് വല്ലാണ്ടുള്ള അമിതമായ ആസക്തി ആ ഭാഗങ്ങളിൽ നിന്ന് വിട്ടിട്ട് മനസ്സ് ഈശ്വരനോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ആസക്തി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയണം. അപ്പോൾ നരകത്തിലായാലും പന്നി, കുതിര തുടങ്ങിയിട്ടുള്ള ജീവികളായിട്ട് പിറന്നാലൊക്കെ ഏത് വിധത്തിൽ പിറന്നാലും വേണ്ടില്ല, ഈ ഭൂമിയിൽ എങ്ങനെ പിറന്നാലും ഭോഗസുഖം അനുഭവിക്കാൻ പറ്റും അല്ലേ. മനുഷ്യനെന്താ ഏറ്റവും കൂടുതൽ ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കണം, നന്നായി ഉറങ്ങണം, പിന്നെ മൈഥുനം നന്നായിട്ട് ചെയ്യുക. ഇത് ഏത് ജീവജാലങ്ങൾക്കും പറ്റും. അവരും പ്രസവിക്കണു, കുട്ടികളെ ഉണ്ടാക്കണു, മൈഥുനം ചെയ്യണു, ആഹാരം കഴിക്കണു, ഉറങ്ങണു ഇല്ലേ. അത് ഏത് ജീവിയിൽ ജനിച്ചാലും പറ്റും. പക്ഷേ വിവേകത്തോടു കൂടിയിട്ട് ആ മനുഷ്യൻ ജന്മം കിട്ടിയേക്കണത് ഈശ്വരനെ മനസ്സിലാക്കിയിട്ട് ഈശ്വരനിൽ ചേരാൻ വേണ്ടിയിട്ട്. അതിനാണ് മനുഷ്യജന്മം. അല്ലാണ്ട് ഇത്രയും കാലം അനുഭവിച്ച അതേ സുഖഭോഗങ്ങൾ തന്നെ ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും അനുഭവിച്ചിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ കിടക്കാൻ വെച്ചാൽ പിന്നെ മനുഷ്യജന്മം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് പറയണം. അപ്പോൾ മാത്രമല്ല, അങ്ങ് ജനിച്ചത് ഒരു ബ്രാഹ്മണ കുലത്തിലാണ്, അപ്പോൾ ഭാരതഖണ്ഡത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ജന്മം കിട്ടിയിട്ട് അങ്ങ് എന്തിനാണ് ഇങ്ങനെ അധപ്പതിക്കണത്? ആദ്യ ബ്രാഹ്മണനല്ലേ, 3 ലോകന്മാർക്ക് ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ് കഠിനമായിട്ടുള്ള തപശക്തി ഉള്ളവനാണ്.
തപസ് ചെയ്തിട്ട് തപശക്തി നേടിയവനാണ്. അപ്പോൾ അജ്ഞാനികളെ പോലെ ഈ ആവശ്യമില്ലാത്ത നശ്വരമായ കാര്യങ്ങളെയൊന്നും മോഹിക്കരുത്. ഇന്നും അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ശരണം പ്രാപിക്കൂ. അദ്ദേഹം എല്ലാവരുടെയും ആത്മാവായിട്ടിരിക്കുന്ന ആ പരബ്രഹ്മം തന്നെയാണ്. ആ സീതയെ രാമന് കൊടുത്തിട്ട് ആ പാദകമലങ്ങളെ ആശ്രയിക്കൂ എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ അധപ്പതിച്ച് നരകത്തിൽ പഠിക്കുന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല, എൻ്റെ അഭിപ്രായമല്ല. നല്ല മഹാത്മാക്കളായിട്ടുള്ളവരോട് ചോദിച്ച് ഉറപ്പുവരുത്തിക്കോളൂ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. ആ രാമനാമം ജപിച്ചുകൊണ്ട് ദുഃഖം വെടിഞ്ഞ് മോക്ഷം നേടാനായിട്ടിരിക്കുക. സത്സംഗമൊക്കെ നടത്തി ആ ഭഗവത് കഥകളൊക്കെ കേട്ടിരിക്കുക. അതാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദേഷ്യത്തോടു കൂടിയിട്ട് പറഞ്ഞു, നീ എൻ്റെ ഭൃത്യൻ, നീ ആചാര്യനെ പോലെ എന്നെ ഉപദേശിക്കില്ല. എൻ്റെ ഒരു ഭൃത്യനാണ്. പണ്ട് നമുക്കുണ്ടല്ലേ നമ്മളിലുള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ പോലെ ആവില്ല ചിലപ്പോൾ. അവരെവിടെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കേട്ട് അറിഞ്ഞ് ഇപ്പോൾ ഇതുപോലെ നമ്മൾ വന്നിരിക്കുന്ന ഒരു സത്സംഗത്തിൽ വന്നിരുന്നു, നമ്മൾ അതൊക്കെ കേട്ടറിഞ്ഞു. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നാം ഇതൊക്കെ ശരി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് തന്നെയാണെന്ന് തോന്നുക. അപ്പോൾ അത് നമ്മൾ മാത്രം പകർത്തിയാൽ പോരാ, മറ്റുള്ളവർക്കും അത് അനുഭവം ആവട്ടെ വെച്ച് നമ്മളിത് വീട്ടിൽ ചെന്നുണ്ടായോ ഈ ഇപ്പോൾ വന്നേക്കണു, വലിയ ആചാരിയായിട്ട് വന്നേക്കണു. അപ്പം നമ്മളെയൊക്കെ അവർ പരിഹസിക്കുക ചെയ്യുക. അവർക്കതൊന്നും ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്ത ആ ഒരു ഇതിലാണ്. അപ്പം നമ്മളെ ആരെങ്കിലും ഒരാൾ ഇതിൽ എതിർക്കുന്നുണ്ടോ, അവർക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള സമയം എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. അവരെ നമ്മൾ നിന്ദിക്കുകയും അവരോട് ദേഷ്യം ഭാവിക്കുകയൊന്നും വേണ്ട. അവർക്ക് ആ അവസ്ഥ എത്തിയിട്ടില്ല. ഭഗവാന്റെ എന്തോ ഒരു കാരുണ്യം കൊണ്ട് നമുക്കിത് കേൾക്കാനെങ്കിലും ആ കേട്ടത് ഗുണത്തിനാണെന്ന് ചിന്തിക്കാനെങ്കിലും തോന്നി. അവർക്കതിനുള്ള ഒരവസ്ഥ എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ പറഞ്ഞു, നീ ഇതാ ഭൃത്യനായിട്ട് എന്നെ ആചാര്യനെ പോലെ ഉപദേശിക്കണു. നീ ചെയ്ത് ഉപകാരം ചെയ്തത് കൊണ്ട് ഞാൻ നിന്നോട് എനിക്ക് ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് വധിക്കണില്ല. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞതാ. ചിത്ത പറഞ്ഞ് അവിടുന്ന് പറഞ്ഞേച്ചു. അല്ലെങ്കിൽ ഞാൻ ഇനിയും ഇവിടെ നിന്നതുപോലെ പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ നിന്നെ വധിച്ചു എന്ന് വരും എന്ന് പറയും. അത് കേട്ടിട്ട് പേടിച്ചിട്ടതാ ഗുഹൻ സ്വഗൃഹത്തിലേക്ക് പോകണു എന്നുള്ള ഭാഗം വരെയാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇനി ഓരോ ദിവസവും കഴിഞ്ഞ് ഇനി കുറഞ്ഞു തുടങ്ങി അല്ലേ? എത്ര ദിവസം? 31 ദിവസം, 32 ദിവസം. ഞാൻ മനസ്സിലൊരാഗ്രഹമുള്ളത് 31 ദിവസം കൊണ്ട് പാരായണം ചെയ്ത് സമർപ്പിച്ചിട്ട് 32ാമത്തെ ദിവസം അവരങ്ങനെ പറയുകയാണെങ്കിൽ, ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, അത് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ആ 32ാമത്തെ ദിവസം പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കുക. 8 മണിക്ക് തുടങ്ങാം. പിന്നെ എപ്പോഴാണോ അത് വായിച്ച് കഴിയണേ അതുവരെ അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആരൊക്കെയാണോ വായിക്കാൻ വീട്ടിലിരുന്ന് വായിക്കണവരുണ്ടാവുമല്ലോ, നമ്മളിത് മത്സരത്തിനൊന്നുമല്ല വായിക്കണേ, ഇത് ഒരു അവാർഡ് കിട്ടാനൊന്നുമല്ല, നമുക്കൊരു സമർപ്പണം ഭഗവാന് അല്ലേ. ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ കൊണ്ടുവന്ന് വരുന്ന നേദ്യം കൊണ്ടുവന്ന് വയ്ക്കുന്ന ആൾക്കാരുടെ പോലെ ബിസ്ക്കറ്റാണോ, ബിസ്ക്കറ്റ് കൊണ്ടുവയ്ക്കും, അതേ ഉള്ളൂ എന്ന് വെച്ചാൽ. അതല്ല, നല്ല അപ്പാട ഉണ്ടാക്കി കൊണ്ടുവയ്ക്കാൻ കഴിയുന്നവരോ അത് കൊണ്ടുവയ്ക്കും. നല്ല ലഡ്ഡും ജിലേബിയും മേടിക്കാൻ കഴിയും. അപ്പോൾ അവരവരുടെ കഴിവിനനുസരിച്ച് കൊണ്ടുവയ്ക്കും. ഇതൊന്നും ഇല്ലാത്തവർ 2 പൂവ് ഇവിടെ കൊണ്ടുവയ്ക്കുമല്ലേ. അപ്പോൾ അതൊക്കെ ഭഗവാന് ഒരുപോലെയാണ്. നമ്മൾ കൊടുക്കണ പൂവും നമ്മൾ കൊടുക്കണ ഓരോന്നും ഭഗവാൻ ഒരേ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മനസ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് അക്ഷരം തെറ്റുകയാണോ അങ്ങനെ ചിന്തിച്ചാൽ ഇന്ന് ഇവിടെ ഇരുന്ന് വായിക്കാൻ പറ്റില്ല. കാരണം എനിക്കറിയാം ഞാൻ വായിക്കണതിൽ അധികം അക്ഷരത്തെറ്റുണ്ടെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഇതെടുക്കാൻ പറ്റിയത് കുറേ കാലം നമ്മളിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ടൊക്കെ നേരെയാക്കി തരുമെന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വായിക്കുന്നവർ, വീട്ടിലിരുന്ന് വായിക്കുന്നവരൊക്കെ അന്നത്തെ ദിവസം ഇവിടെ വന്നിരുന്ന്, അപ്പോൾ പൂർണ്ണമായിട്ട് ഇരിക്കാൻ സാധിക്കാത്തവരാണെങ്കിലും വന്നിരുന്ന് കുറച്ച് സമയം വായിച്ച് പിന്നെ വീട്ടിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെയും വന്നാൽ മതി. ഇതിവിടെ അങ്ങനെ. അല്ലാണ്ട് 6 മണിക്ക് തുടങ്ങിയാൽ അല്ല 8 മണിക്ക് തുടങ്ങിയാൽ പിന്നെ കഴിയണവരെല്ലാവരും ഇരിക്കണമെന്നില്ല. പറ്റണത് പോലെ ഇരിക്കാം. എന്തായാലും നമ്മൾ ഇത്ര പേരെ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഈ നാട്ടിൽ നിന്ന് ഒരാളും ഇതിലേക്കൊന്നും വരാൻ പോകണില്ല എന്ന് ഉറപ്പാണ്. ആരും വരില്ല, ഉറപ്പാണ്. നമ്മളോട് ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ നമുക്ക് തന്ന കാരുണ്യമാണ്, നമുക്ക് തന്ന അനുഗ്രഹമാണ്. അപ്പോൾ അത് സാധിക്കട്ടെ. കഴിഞ്ഞ തവണ നമ്മളിത് കഴിയണം എന്നൊക്കെ അർച്ചനയൊക്കെ ചെയ്തിരുന്നു. അത് 31-ന് പറ്റുമോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം നമുക്ക്. അതിൻ്റെ കാര്യങ്ങൾ ഭഗവാൻ തീരുമാനിക്കുന്ന പോലെ, നമ്മുടെ ഒന്നുമല്ല തീരുമാനം. അപ്പം അങ്ങനെ അതും കൂടി നോക്കിയിട്ടാവാം തീരുമാനിക്കൽ. അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടതുപോലെ ഇത് പാരായണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിക്കണോ. ശ്രീ ഗുരുവായൂരപ്പ, നമ്മുടെ ആ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും തീർക്കാനായിട്ട് ആ രാമായണം എന്നുള്ള ആ വാക്ക്
നമ്മുടെ ഹൃദയത്തിനെ പരിശുദ്ധമാക്കാനുള്ളതാണ്. അങ്ങനെ പരിശുദ്ധമാക്കാൻ എത്രയെത്ര പാരായണം കഴിഞ്ഞാലാണ് ഇതൊന്ന് പരിശുദ്ധമാവുക എന്നറിയില്ല. അപ്പോൾ അത് പരിശുദ്ധമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിലപ്പോൾ ഭഗവാൻ ഒരു നിമിഷം മതിയാവും ഇത് പരിശുദ്ധമാക്കാൻ. അത് പറയില്ലേ, ഒരു സാധനം ഇങ്ങനെ ഒരു മെഷീനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊരു ഇങ്ങനെ തിരിച്ച് കിടക്കുന്ന ഒരു ആ വെട്ടിലങ്ങോട്ട് വീണാൽ അത് റെഡിയായി എന്ന് പറയുന്ന പോലെ ഇത് നമ്മളിങ്ങനെ എപ്പോഴാണ് വെട്ടിൽ വീഴുകയെന്ന് അറിയില്ല. ടക്കുന്നിരട്ട വീഴുക, അതൊരു അങ്ങനെ ഇങ്ങോട്ട് വീണാൽ റെഡിയായി. അതുപോലെ ഇത് എപ്പോഴാണ് റെഡിയാവുകയെന്ന് അറിയില്ല, ആരൊക്കെ റെഡിയാവുകയെന്ന് അറിയില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാണോ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാണോ. ചിലപ്പോൾ നമ്മൾ പറയണ പോലെ ഒരു ദിവസം പോലും വരാണ്ട് ചിലപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും കാര്യത്തിന് അമ്പലത്തിലൊരു വഴിപാട് കഴിക്കാൻ വന്ന ആളാ കൂടി ഇന്ന് കേൾക്കുക. അപ്പോൾ അയാൾക്ക് വേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുണ്ടാവുക. അത് ആ ഒരു വാക്കുകൊണ്ട് അയാൾ ചിലപ്പോൾ നേരെയായി തീരും. പറയാൻ പറ്റില്ല. അതൊക്കെയാണ് ഭഗവാന്റെ കാരുണ്യം. എങ്ങനെയാണോ ഈശ്വര ഇച്ഛ അതുപോലെ എല്ലാം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർപ്പൂരം കത്തിച്ച് സമർപ്പിച്ച് നാമം ജപിച്ച് പ്രദക്ഷിണം വച്ച് വേണ്ടതുപോലെ ആവട്ടെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ. ആരാച്ച കത്തിച്ചോളൂ, കർപ്പൂരം കത്തിച്ചോളൂ, അമ്മ കത്തിച്ചോളൂ. ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദ്വാപയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം ഹരേ ഗുരുവായൂരപ്പ ശരണം. മുള്ളോർലി തേവരേ ശരണം മുള്ളോർലി തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആഞ്ജനേയ സ്വാമിക്ക് കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി കൃഷ്ണപ്രാണാദിക പ്രിയേ പ്രസാദിക്കുക ഭൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാത്താരരും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി
രംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസി രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവകടലിൽ നിന്നെ സദയം കരവേറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവമുകർണയോ കർണികാരം വിഭ്രദ്വാസക്കനകകശം വൈജയന്തിഞ്ചമാലാം രന്ധ്രാണ്ടേണോരധരസുരയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സുഖരമണം പ്രാവിശദ്ഗീതകീർത്തി ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ ശ്രീരേണമേ കൃഷ്ണമണി കൃഷ്ണ